വെറുക്കുന്നുണ്ട്, കയ്യെല്ലാം വെറുക്കുന്ന പോലും. പണി അറിയുന്ന കുറച്ച് പക്വതയിലുള്ള ആളെ പണിക്ക് വെക്കണ്ട. എന്താ 25 ഉണ്ടാവൂലേ? ഇവിടുത്തെ സ്റ്റാഫ് വരാം. ഞാനാ പറഞ്ഞോട് വരാൻ. പിന്നെ എൻ്റെ ഗേൾ ഫ്രണ്ടിന് വേണ്ടി ഡ്രസ്സ് എടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒരു ഫാഷൻ നമുക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സൈസ് നിങ്ങൾ ഏകദേശം സെയിം ഹൈറ്റ് ഏകദേശം. ഞാനൊരു വീഡിയോ ചെയ്യുന്ന ആളും കൂടിയാണ്. ഞാനൊരു വീഡിയോ ചെയ്യുന്ന ആളും കൂടി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഷോട്ടും ഉണ്ട്, കുഴപ്പമുണ്ടോ? ഞാൻ ഓക്കെ. അപ്പോൾ ജസ്റ്റ് അല്ല, അത് പേടിക്കാനൊന്നുമില്ല. അല്ല, ജസ്റ്റ് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പാൻറ്റ്, അതായത് കൂടുതൽ ബാഗ് ഇടുക. ആ ബാഗ് ഡ്രസ്സും പിന്നെ ഒരു ടീഷർട്ടും ഒന്ന് ഒപ്പിച്ചാൽ മതി. ജനക്കായ വലിയ ഐഡിയ ഇല്ല. പിന്നെ ബോയ്സിൻ്റെ ഡ്രസ്സ് ഇടുക. അത് വീഡിയോ അത് പ്രശ്നമില്ല. അത് വലിയ നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ വീഡിയോ ഇടില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് നല്ല ഡ്രസ്സ് നിങ്ങൾക്ക് തോന്നുന്നത്, അതായത് ജസ്റ്റ് ഇപ്പോൾ ബർത്ത്ഡേ ആണ്. അതായത് ഡ്രസ്സ് ഇടുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടീഷർട്ടും ബാഗ് ഇടുക. അത് ഞാൻ പറഞ്ഞു, അതായത് ഞാൻ ചോദിച്ചു ഒന്ന് പറഞ്ഞു കൊടുത്താ പറഞ്ഞാല് മനസ്സിലാവുന്ന സ്റ്റാഫ്. അതായത് അവർക്ക് സർപ്രൈസ് കൊടുക്കണം. അപ്പൊ എനിക്ക് ഡ്രസ്സ് എടുത്തിട്ട് ശീലമില്ല. എനിക്ക് ഇടക്കിടക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കുറച്ച് ഇഷ്ടപ്പെടും തോന്നുന്ന ഡ്രസ്സ് ജസ്റ്റ് അത് ഒരു നോർമൽ ഗേൾസിന് ഇഷ്ടപ്പെടുന്ന പ്രശ്നമില്ല. നോർമൽ ഗേൾസിന് ഇഷ്ടപ്പെടുന്ന ടൈപ്പിൽ എടുത്താൽ മതി. നോർമൽ ഒരു ഗേൾസിന് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് ഉണ്ടാവില്ലേ, അപ്പോൾ അവൾ ഇടുക എന്ന് പറഞ്ഞാൽ ബാഗിയാണ് കൂടുതൽ. ഒരു പാൻറ് ഒരു ടീഷർട്ടാണ് വേണ്ടത്. ഒരു 3-4 എടുക്കണമെന്നുണ്ട്. 3-4 എടുക്കണമെന്നുണ്ട്. അല്ല, എനിക്ക് വലിയ ഐഡിയ ഇല്ല, ഞാൻ ഇതുവരെ എടുത്തില്ല, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചിരിക്കുന്നത്. അല്ല, ഇവിടെ വേറെ സ്റ്റാഫ് പണി അറിയുന്ന സ്റ്റാഫ് അവിടെയോ? അവിടെ ഇങ്ങനത്തെ ഡ്രസ് ഉണ്ടോ? എനിക്ക് ഇങ്ങനത്തെ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പുറം കയറി. ഓർ പറഞ്ഞു അപ്പുറം, ഞാൻ നമ്മളിപ്പോ അപ്പുറം വന്ന് ഇപ്പൊ പറഞ്ഞു ഇവിടെയാണ് ആ ഡ്രസ്സൊക്കെ ഉള്ളത്. ബാഗി ടൈപ്പ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യും ഓർമ്മ എന്നിട്ടും അറിയില്ല ഇങ്ങനത്തെ ഒരാളെ. എന്നാലും കോമൺ ആയിട്ട് അത് നോക്കണ്ട. അത് ജസ്റ്റ് എന്റെ പേഴ്സണൽ ആണ്. അതായത് നമ്മൾ ജസ്റ്റ് ഒരു ഇത് കൊടുക്കുന്നതുകൊണ്ട് എന്റെ പേഴ്സണൽ ആണ്. അത് നോക്കുക വേണ്ട. ജസ്റ്റ് നീ നോർമൽ ആയാൽ മതി. അവിടെ അബി ഇത് അല്ലേ? 30-32 ആണ് എടുക്കല്, ഏകദേശം ആ റേഞ്ച് എടുക്കല്. വേറെ കളർ ഇതാ കോമൺ ആയിട്ട് ഗേൾസിന് ഇഷ്ടപ്പെടുക. നിങ്ങൾ ഇടുന്നില്ലേ? നിങ്ങളെന്ത് പണിക്കാരിച്ചാന്ന് ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ അറിയണ്ടല്ലേ? ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോ ഇതെല്ലാം അറിയണ്ടേ? അങ്ങനെ ഇതെല്ലാം പഠിച്ചു നോക്കണ്ടല്ലേ? ഇതെല്ലാം പഠിച്ചു. നിങ്ങളെ സ്വന്തം ഷോപ്പല്ലേ അപ്പുറം ഇപ്പുറം ഉള്ളു. നിങ്ങൾ ഇതെല്ലാം പഠിച്ചു അല്ല? ഇതെല്ലാം പഠിച്ചു നോക്കണ്ടേ അല്ലേ? ഇതെല്ലാം പഠിച്ചു നോക്കണ്ടല്ലേ? എന്തിന് എല്ലാം ഒരു പണിക്ക് നമ്മള് കസ്റ്റമർ അല്ലേ? നമ്മള് കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമറോട് അതിന്റെ രീതിയിൽ പറയണ്ടേ കാര്യങ്ങള്? അതിങ്ങനെ പേടിച്ചിട്ടുള്ള നിൽക്കുന്നത് എന്താ? ഇത് നമ്മൾ കസ്റ്റമർ അല്ലേ? ഞാന് അത്ര അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഇവരോട് എടുക്കണ്ട, ഒരു ലേഡീസ് സ്റ്റാഫ് ഉണ്ടാവും എന്ന് ചോദിച്ചേ. അത് ജസ്റ്റ് കാണിച്ചോ. അത് നിങ്ങളെ പേടിച്ചത് നമ്മളൊരു കസ്റ്റമർ അല്ലേ? അതിനുള്ള ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാ നടക്കുക? അതിന് നിനക്ക് ഓക്കെ വന്നൊരു ഇത് പറ. ഓക്കെ വന്ന സാധനം പറ. 30-32 ആണെന്ന് തോന്നുന്നു. ഇതൊന്നും അറിയില്ല. എന്താണ്? അല്ല നിങ്ങളെ വീട് എവിടെയാ? കൊടുവള്ളിയാ? നാട്ടുകാരെ പറയാൻ പറ്റില്ല. ഒരു പാഷന് ഒന്നുമില്ല നിങ്ങൾക്ക്? അത് നോക്കണ്ട. വീഡിയോ എടുക്കുന്ന നോക്കുക വേണ്ട. അത് നോക്കുക വേണ്ട. എനിക്ക് ടീഷർട്ടും കൂടി ഫസ്റ്റ് ഒന്ന് ടീഷർട്ട് അജ് മാച്ച്
നല്ല മാച്ചുണ്ട്. ഇത് ഗേൾസ് ആ വൈറ്റും ബ്ലാക്കും ഡ്രസ് ഉണ്ടാവും. പേര് വല്ലാണ്ട് എഴുതി പോലെ ഡേറ്റ് ഓഫ് അത് ഫാഷനാ. ഡേറ്റ് ഓഫ് ബർത്ത് വല്ല ഉണ്ടല്ലോ. എനിക്ക് ഫാഷൻ അറിയാം. ഇതിൽ ഫാഷനാണ്. ഇപ്പൊ ഡയലോഗ് വരുന്നുണ്ട്. ഇപ്പൊ ഡയലോഗ് വരുന്നുണ്ട്. നിങ്ങളെ പേരെന്തെങ്കിലും അല്ലടോ കസ്റ്റമറോട് പേര് എന്ത് നിങ്ങള് ബോസാരാ മൊലാളി മൊലാളി ഒരു പണിക്ക് നമ്മളൊരു കസ്റ്റമറാണ്. എനിക്കൊരു 4 പേര് വേണം. അത് 4 വാങ്ങാൻ വന്ന ഒരു കസ്റ്റമറോട് ഇത് ഇങ്ങനെ പറഞ്ഞ എങ്ങനെ അത് മാളിൽ വന്നിട്ടില്ല ഇങ്ങനെ പറഞ്ഞു മര്യാദ അത് പറഞ്ഞാ പോരെ. എനിക്ക് 4 പേര് വേണം. ഓക്കെയാണ് സാധനം ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ടില്ലേ ബാക്കി എന്നിട്ട് പറയാം. സാധനം ഇഷ്ടപ്പെടണം. എന്തായാലും കുഴപ്പമില്ല. ഞാൻ ഇതുവരെ എടുത്തില്ല. എനിക്ക് ഡ്രസ് സെൻസ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. അത് പറയണ്ടേ. അത് ഓൻ പറഞ്ഞിട്ടാ പറയുവാ. ഞാനല്ല ഇടണ്ടേ. അല്ല ഇവിടെ ഒരു ലേഡീസ് സ്റ്റാഫ് ഒന്നേ ഉള്ളൂ. എന്താണ് പണി അറിയുന്ന കുറച്ച് പക്വതയിലുള്ള ആളെ പണിക്ക് വെക്കണ്ടേ. എന്താ 25 ഉണ്ടാവൂലേ? ചെറിയ മണ്ണാ. ചെറിയ മണ്ണാന്ന് 19 ആയാ? അതാ ഇന്ന് വേണ്ടിയാ? അല്ല നമുക്ക് ചെലവില്ല ബർത്ത്ഡേ ആയിട്ട്. അല്ല എന്നിട്ട് ചെലവ് അതിന്റെ ഡ്രസ് എടുക്കാം. അന്നേരം ചെലവ് എന്നിട്ട് എന്നൊരു ചെലവുണ്ട് ഉറപ്പ്. എല്ലാവർക്കും ചെലവ്. നിന്റെ വക എല്ലാവർക്കും ചെലവ്. അത് ആദ്യം ഡ്രസ് എടുക്കുക. എന്നിട്ട് നമ്മൾ വന്ന കാര്യം നടക്കും. അത് അല്ല പച്ച വല്ലാണ്ട് ഇപ്പൊ ഇല്ലേ? എടാ ഇത് നിങ്ങളുടെ ഷോപ്പല്ലേ? അല്ല നമുക്കൊരു ഹാമ്പറിൽ വെച്ച് കൊടുക്കുമ്പോ അതാ നല്ലേ. ഹാമ്പറിലെല്ലാം വെച്ച് കൊടുക്കുമ്പോ ആ വീഡിയോ ഉണ്ട്. അത് പറഞ്ഞ ഇതുണ്ട്. അല്ല ഹാമ്പറിലും വെച്ച് കൊടുക്കുന്നത് നല്ലേ. ഹാമ്പറിലും വെച്ച് കൊടുക്കുമ്പോ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ. അവള് ഇവിടെ ആയിട്ടും വരാന്ന് പറഞ്ഞു. നോക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ ഉണ്ട്. അല്ല നോക്ക് ഓള് പറഞ്ഞ മാതിരി തന്നെയാണ്. എന്താ ചെയ്യാൻ പറ്റുക? നീ ഒരു കാര്യം ചെയ്യും. രണ്ട് ഇതും കൂടി കുറച്ച് കാണുന്നില്ല ഇവിടെ. കുറച്ച് കാണാൻ 2 ടീഷർട്ടും 2 പാൻറ്റും കൂടി. നീ എന്നാണ് ഒരു കസ്റ്റമറോട് സംസാരിക്കും. എന്താണ് ഇത്? കസ്റ്റമറോട് സംസാരിക്കുന്ന ഇത് മര്യാദ എങ്ങനെയാ? ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ശരിക്കും പണി അറിഞ്ഞിട്ടുള്ള ആളത്തിന് വെച്ചേ. അല്ല സീരിയസ് ആയിട്ട് വെച്ചാ നമ്മൾ കുറെ ഷോപ്പിൽ കസ്റ്റമർ. ഞാൻ ഡ്രസ്സ് എടുക്കുന്നത്. ഞാനൊരു ഇൻഫ്ലുവൻസറാണ്. ഞാൻ വീഡിയോ എല്ലാം ചെയ്യുന്നതാണ്. പുറത്തെല്ലാം ഞാൻ ഒരുപാട് ഷോപ്പിൽ എടുക്കും. ഇങ്ങനെയല്ലോ ഒരു പണിക്കാരത്തിനല്ല ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു പണി അറിയാത്തല്ലോ. ഇതൊരു കാര്യം ഒരു പാൻറ് കൂടി എടുത്താം. ഒരു പാൻറ് ഒരു ടീഷർട്ട് നമുക്ക് തൽക്കാലം എനിക്ക് 4 വേണേനും. ഇവിടെ ഇതുകൊണ്ട് ഞാൻ 2 എടുക്കാം. അതിനിപ്പോ ഭയങ്കര ഒരു ജാടിയായിട്ട് ചെലവ് ഇതാക്കാന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാല് അതെന്റെ പേഴ്സണൽ ആവശ്യം. നീ കാര്യം എടുക്ക അത് വിട്. നീ എടുക്ക്. ഞാൻ വേറെ ഷോപ്പ് പോടാം. അല്ലെങ്കിൽ ഞാൻ വേറെ ഷോപ്പ് പോടാം. അന്ന് കൊണ്ടാ മുതലാളി പോയി. എനിക്ക് ഇനി എനിക്കിപ്പോ 2 ടീഷർട്ടും കൂടി എടുക്കണം. അല്ല ഇങ്ങനത്തെ മോഡൽ രസം ഉണ്ടാവാ. ഇഷ്ടാവില്ല? ഇതിനകത്ത് വെക്കണം. ഇതിനകത്ത് ഞാൻ പറഞ്ഞ വെക്കണ്ടേ? ഇതിനകത്ത് വെക്കണ്ടേ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ആരാ തന്ന്? അത് പറ. ആരാ തന്നെന്ന് പറയട്ടെ. ആരാ തന്ന്? പറ. ആരാ തന്ന്? ആരാ തന്നെന്ന് പറ. ഞാൻ തന്നെന്ന് പറയട്ടെ. ഓക്കെ എന്നാ ആരെങ്കിലും തന്നെയല്ലോ വാങ്ങൂ. ആരായിരിക്കും തന്നിട്ടുണ്ടാവാ? ഒന്ന് ഗസ് ചെയ്. ഇത് കണ്ടിട്ട് ഒന്നും ഫീൽ ആകുന്നില്ല. ഇത് നിനക്കുള്ളതാ.
ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണ്, നിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അതറിയില്ലേ? അറിയില്ലേ? അത് നിനക്കുള്ള ഗിഫ്റ്റ് ആണ്. ആരാന്ന് അത് ഗിഫ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ. ആരാ അന്നിണ്ടാവാ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ മുതലാളിക്ക്. അറിയില്ല. ഇത് പുറത്തുനിന്ന് വന്നതാ. ആരാ തന്നതെന്ന് പറഞ്ഞു കൊടുക്കുക. ഞാൻ ഹാമ്പർ ചെയ്യുന്നതാ. വെറുക്കുന്നുണ്ട്, കയ്യെല്ലാം വെറുക്കുന്ന പോലും. എന്നോടല്ല, അതാ കുട്ടിയോട്. നിനക്കുള്ളത് ഓക്കെ. എന്താ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത്? സർപ്രൈസ് വല്ലാണ്ട്. പക്ഷെ എനിക്ക് ഡൗട്ട് ഉണ്ട്. ഡൗട്ട് ഉണ്ട്. ഓക്കെ, സർപ്രൈസ് ആയിനാ. അതിന് ഇവരെല്ലാം സപ്പോർട്ട് ഉണ്ട്. പിള്ളേർക്കെല്ലാം ചെലവ് കൊടുക്കുക. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഉണ്ടോ സെറ്റ് ചെയ്താ ചെലവ് റെഡി. ചെലവുണ്ട്. എന്നാ വാങ്ങി തരാം. നമ്മളൊരു ബില്ലാക്കി തരും അവിടെ പോയിട്ട്. അത് കൊടുക്കൂലേ അല്ലേ? നമുക്കൊരു ബില്ലാക്കി കൊടുക്കാം അല്ലേ? ആക്കി തരട്ടെ, ബില്ലാക്കി തരട്ടെ. അല്ലെ ഇനി വാങ്ങി തരുന്ന ഇവള് വാങ്ങി തരുമ്പോ. അപ്പൊ നമുക്കിപ്പം കേക്കട്ടെ, അങ്ങോട്ട് നോക്കിട്ട് പ്രശ്നമില്ല. യൂട്യൂബിൽ പേടിക്കണ്ട. ബില്ലടങ്ങി ലൈവാ. പോണ്ട, അത് ലൈവാ. ആ ഓൾറെഡി ഒരു 100-300 ആൾക്കാർ കണ്ടു കഴിഞ്ഞു.